കുറച്ചു ദിവസങ്ങളായി ബി.ജെ.പിയിലേക്ക് പോയ പി.സി. ജോർജിന്റെ വിവരം ലഭിച്ചിട്ട് നേതാവിനെ പറ്റി പുത്തൻ വാർത്തകളൊന്നും കേൾക്കാറില്ല. എന്നാൽ ഇപ്പോൾ വാർത്തകൾ വീണ്ടും വന്നു തുടങ്ങിയിരിക്കുകയാണ്. കേരള ജനപക്ഷം പാർട്ടി ബി.ജെ.പി ലയിപ്പിച്ചാണ് പി.സി. ജോർജ് ഏറ്റവും ഒടുവിൽ രാഷ്ട്രീയ കളംമാറ്റം നടത്തിയത്. വലിയ ഓഫറുകൾ അദ്ദേഹത്തിന് മുൻപിൽ ബി.ജെ.പി വെച്ചു എന്നായിരുന്നു റിപ്പോർട്ടുകൾ. അതിലൊന്നായിരുന്നു പത്തനംതിട്ടയിൽ ബി.ജെ.പി ടിക്കറ്റിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയാകാം എന്നത്. എന്നാൽ പത്തനംതിട്ടയിലെ ബി.ജെ.പി നേതാക്കൾക്കിടയിൽ മറ്റൊരു അഭിപ്രായമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ജനപക്ഷം പാർട്ടി ബി.ജെ.പിയിൽ ചേർന്ന് പ്രവർത്തിക്കുമെന്നും ഇനി ജനപക്ഷം പാർട്ടി ഇല്ല എന്നും നേരത്തെ തന്നെ പി.സി. ജോർജ് പറഞ്ഞിരുന്നു. ബി.ജെ.പിയുടെ വിജയത്തിനു വേണ്ടി ശക്തമായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയതാണ്. എന്നാൽ പത്തനംതിട്ടയിൽ LDFും UDFും ശക്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കുമെന്ന് ഉറപ്പായതോടെ ബി.ജെ.പിയിൽ അപസ്വരം ഉയർന്നിരിക്കുകയാണ്. UDFിന് വേണ്ടി സിറ്റിംഗ് MP ആന്റോ ആന്റണി തന്നെയാകും പത്തനംതിട്ടയിൽ ഇറങ്ങുക എന്നാണ് വിവരം. LDFിന് വേണ്ടി മുതിർന്ന CPM നേതാവ് തോമസ് ഐസക്കിന്റെ പേരും അന്തിമ പട്ടികയിലുണ്ട്. ഇതിനിടെയാണ് NDAക്ക് വേണ്ടി ബി.ജെ.പി ആരെ ഇറക്കുമെന്ന ചർച്ചയും. പി.സി. ജോർജ് വേണ്ട എന്ന് ജില്ലയിലെ ബി.ജെ.പി നേതാക്കൾ നിലപാടെടുത്തു എന്നാണ് പുതിയ വിവരം. അതിന് കാരണങ്ങളുമുണ്ട്. പ്രധാന മുന്നണികൾ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ ബി.ജെ.പി മുതിർന്ന നേതാവിനെ തന്നെ ഇറക്കണമെന്നാണ് പാർട്ടിയിലെ പൊതുവികാരം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിച്ച മണ്ഡലമാണ് പത്തനംതിട്ട. മാത്രമല്ല 3 ലക്ഷത്തോളം വോട്ട് പിടിക്കുകയും ചെയ്തതാണ്. ഇനി പി.സിയെ വെച്ച് വോട്ട് കുറയുന്ന സാഹചര്യമുണ്ടായാൽ നാണക്കേടാകുമെന്ന് ബി.ജെ.പിക്ക് നന്നായിട്ടറിയാം. കാരണം പി.സിയെ കുറിച്ചുള്ള പൊതുധാരണയും അതുതന്നെയാണല്ലോ. ആ പേടിയാണ് ബി.ജെ.പിക്ക് ഇപ്പോഴുള്ളത്. എല്ലാം ബി.ജെ.പി മുൻകൂട്ടി കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ P.K. കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ട ജില്ലാ ഭാരവാഹികൾക്കിടയിൽ അഭിപ്രായം തേടിയിരുന്നു. ഇവരിൽ കൂടുതൽ പേരും പി.സി. ജോർജ് വേണ്ട എന്നാണ് അഭിപ്രായപ്പെട്ടതെന്ന് പറയാതെ വയ്യ. കെ സുരേന്ദ്രൻ മത്സരിക്കണമെന്ന ആവശ്യവും ചിലർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പി.സി. ജോർജ് സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് പുറത്താകുമോ എന്ന ചോദ്യവും ഉയരുകയാണ്. പി.സി. ജോർജിന്റെ തട്ടകമായ പൂഞ്ഞാർ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന് കീഴിലാണ്. തൊട്ടടുത്ത മണ്ഡലമായ കോട്ടയത്ത് BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളി നോട്ടമിട്ടിരിക്കുന്നതിനാൽ പി.സി. ജോർജിന് അവിടെയും സ്ഥാനമില്ല. പി.സി. ജോർജിനെതിരെ BDJS നേതാക്കളാണ് ശക്തമായ നിലപാടെടുക്കുന്നത് എന്നാണ് പുതിയ വിവരം. പി.സി. ജോർജ് വിശ്വാസ്യതയില്ലാത്ത നേതാവാണെന്നായിരുന്നു SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. മാത്രമല്ല അദ്ദേഹത്തിന് ബി.ജെ.പി പ്രവർത്തകർ പോലും വോട്ട് ചെയ്യാൻ സാധ്യതയില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു. ഇത്തവണ മത്സരിക്കാനില്ല എന്നാണ് കെ സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. എങ്കിലും പാർട്ടി നിർബന്ധിച്ചാൽ മത്സരിക്കേണ്ടി വരുമെന്ന കാര്യവും തീർച്ചയാണ്. ഏതായാലും പി.സി. ബി.ജെ.പിയിൽ ചേർന്നതു മുതൽ തലങ്ങിൽ നിന്നും വിലങ്ങിൽ നിന്നും അക്രമങ്ങൾ ഇന്നും ഉയരുകയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ദരിദ്രവാസിയും നിലപാടില്ലാത്തതുമായ നേതാവാണ് പി.സി. ജോർജ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ തുറന്നടിച്ചത്. ഇപ്പോൾ ആർക്ക് വേണം പി.സി. ജോർജിനെ? ആർക്കും വേണ്ടാതായപ്പോൾ പി.സി. ജോർജ് ബി.ജെ.പിയിൽ ചേർന്നു. ജനപക്ഷം എന്ന പാർട്ടി അങ്ങനെ ജനിക്കുകയും മരിക്കുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ പി.സി. ജോർജിന് ദയനീയ പരാജയം ഉണ്ടാകും. ബി.ജെ.പിക്കാർ പോലും പി.സി. ജോർജിന് വോട്ട് ചെയ്യുമോ എന്ന സംശയം തനിക്കുണ്ടെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ ആരോപണം. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ കേരളത്തിൽ സീറ്റ് നേടിയെടുത്തേ മതിയാകൂ എന്ന ഉറച്ച തീരുമാനത്തിലാണ് ബി.ജെ.പി. അതുകൊണ്ട് തന്നെ ആരെയൊക്കെ തഴയണമെന്നതും ബി.ജെ.പിക്ക് നന്നായിട്ടറിയാം. അത്തരത്തിലൊരു നേതാവാണ് പി.സിയും. കഴിഞ്ഞ തവണത്തേതിൽ നിന്നും വ്യത്യസ്തമായി തിരുവനന്തപുരത്തിനു പുറമെ തൃശ്ശൂരിലും ബി.ജെ.പിക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. 2 മണ്ഡലങ്ങളിലും ദേശീയ നേതൃത്വത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടവുമുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിലും ബി.ജെ.പി ഇത്തവണ അതീവ ശ്രദ്ധ പുലർത്തുന്നുണ്ട്. 2 കേന്ദ്രമന്ത്രിമാരെ ഉൾപ്പെടെ കേരളത്തിൽ മത്സരിപ്പിക്കാനാണ് തീരുമാനം. തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനെ ഇറക്കിയേക്കുമെന്ന സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ നിർമ്മലയെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കില്ലെന്നാണ് ഏറ്റവും അവസാനമായി പുറത്തുവരുന്ന വാർത്ത. നിർമ്മല സീതാരാമനെ ബംഗളൂരു സൗത്ത് മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനാണ് ബി.ജെ.പിയുടെ പുതിയ നീക്കം.